എടോ എണ്ണം ശരിയാണെന്ന് നോക്കണം. ശരിയാണ് സാർ. നമ്മൾ റിസർച്ചിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള നന്ദകുമാർ മുകളിലുണ്ട്. ഇങ്ങോട്ട് ചെന്ന് നോക്കാം, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാലോ അല്ലേ രാജേട്ടാ? അതെ നടന്നോളൂ. നടന്നോളൂ, ഞാനുണ്ട് കൂടെ. കാണുന്നില്ല എന്റെ പുറകെ നടക്കുന്നത്. ആ ചെക്കിനെ വിളിച്ചു ചോദിക്കണോ? ഈ വേരെല്ലാം തൽക്കാലം അതിന്റെ അടിയിലിരിക്കും. നമസ്കാരം. ആ മോളെ, ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ നന്ദകുമാർ. എന്താ നീ അറിയോ ഇദ്ദേഹത്തിനെ? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. സാറിന്റെ മോളാണോ? അല്ല, ഇവളുടെ മോളാ, ഇതിന്റെ പെങ്ങളാ. നമസ്കാരം. പിന്നെ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കാൻ ഇവളെ കൊണ്ട് പറ്റും. ഇവിടെ സബ്ജക്ട് ബയോളജിയാ. തൽക്കാലം വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. എങ്കിലേ ജോലി തുടർന്നോളൂ. ശരി, വാ മോളെ. ഇവിടെ എത്തിയല്ലേ? എന്താ എന്നെ ചേസ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാന്നാണോ വിചാരിച്ചിരിക്കുന്നേ? ആസ്മയ്ക്കുള്ള മരുന്നിന് റിസർച്ച് ചെയ്യാത്രേ. ഇവിടുന്ന് രാജമാമയ്ക്ക് ഇയാളെ കിട്ടിയേ? അതോ വല്ല കള്ളത്തരവും പറഞ്ഞ് കേറിക്കൂടിയതാണോ നിങ്ങള്? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? തന്റെ രാജമാമയോട് തന്നെ ചോദിക്ക്. വച്ചേക്കില്ല ഞാൻ നിങ്ങൾ ഇവിടെ. ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്താക്കും, നോക്കിക്കും. എക്സ്ക്യൂസ് മീ, അമ്മയോടും രാജമാമയോടും എന്താ പറയാൻ പോകുന്നത്? ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു സെക്സ് ഫോട്ടോ എടുത്ത് അതിന്റെ കോപ്പി ഇയാളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇയാളെ പുറത്താക്കണമെന്ന്. അല്ല, എന്താ പറയാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. താൻ ശിവയെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പാഠം പഠിപ്പിക്കും ഞാൻ. പഠിപ്പിക്കുന്നെങ്കിൽ ഒന്നായിട്ട് വേണ്ട, കുറച്ച് അധികം ആയിക്കോട്ടെ. മോഡേൺ ആവുക, അടിപൊളിയാവുക, അപ് ടു ഡേറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാ തുണി പറിച്ചറിയാന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം. ഫെമിനിസത്തിന്റെ പുതിയ മുഖം. കൂൾ ഡൗൺ മിസ് ശിവരഞ്ജിനി, കൂൾ ഡൗൺ. അമ്മേ, ആ ആസ്മയ്ക്കുള്ള റിസർച്ചിന് ഗൗരിയേട്ടൻ വന്നിട്ട് പോരെ? എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഗൗരി വരുമ്പോഴേക്കും പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അല്ലേ രാജേട്ടാ? പിന്നെ അതല്ല, ഇപ്പൊ തന്നെ ഞാൻ ഷെയർ ഫ്ലോട്ട് ചെയ്തതും പുതിയ ആളെ അപ്പോയിന്റ് ചെയ്തതും കാശ് കുറെ ചെലവാക്കിയതല്ലേ? കമത്തെ, നമുക്ക് ഉദ്ദേശം എത്ര കാശ് ചെലവായി കാണും? 33,43,000 രൂപ ഇതുവരെ. കേട്ടില്ലേ? അതല്ല, റിസർച്ചിനെന്നും പറഞ്ഞു വന്ന ആ പുതിയ ആൾ അത്ര ശരിയല്ല. ശരിയല്ലെന്നോ? അതെന്താ? അയാൾക്ക് ആയുർവേദത്തെ കുറിച്ചൊരു ചുക്കും അറിയില്ല. ഇന്റർനെറ്റ് കഫേ നടത്തുമായിരുന്നു അയാള്. ഇമെയിൽ അയക്കാൻ പോയപ്പോ ഞാൻ കണ്ടതാ. വൈദ്യശാല നടത്തുകയായിരുന്നു അല്ലോടോ കമ്മത്തെ? ഓ, വെറും വൈദ്യശാലയാ. ആൾക്കാരെങ്ങനെ തിക്കി തിരക്കി കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മോളെ, നിനക്ക് ആള് തെറ്റിക്കാണും. എന്നാൽ എന്തൊക്കെയോ തരികിട ബിസിനസ് നടത്തിയിട്ടാവും അയാൾ വൈദ്യശാല തുടങ്ങിയത്. അത് തീർച്ചയാ. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് അറിയും കൂടി ഇല്ലാത്ത ഒരാളിനെ കുറിച്ച്. എന്തോ എന്റെ മനസ്സ് പറയുന്നു ഹീസ് എ ക്രൂക്ക്. ഇങ്ങനെ വെറുതെ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവം അത്ര നന്നല്ല. വെറുതെ അല്ല, അറിഞ്ഞിട്ടെന്നെയാ. എന്തേ, വല്ല കള്ളത്തരവും കാണിച്ചോ അയാള്? കാണിച്ചില്ല, കാണിക്കും. ഒരു കള്ളന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് അയാൾക്ക്. നീ എന്നാ മുഖലക്ഷണം പഠിച്ചത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. അവള് പറയുന്നത് മുഴുവൻ തള്ളിക്കളെ എനിക്ക് തോന്നുന്നില്ല. അവരട്ടെ, നോക്കാം. ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഗൗരി വിളിക്കും. അവൻ കറങ്ങി തിരിഞ്ഞ് സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരു ഏജൻസി തുടങ്ങാൻ സ്കോപ്പ് ഉണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഞാൻ വരട്ടെ എന്നാ? ഞാനും വരുന്നു. കമ്മത്തെ, നാളെ വിദ്വാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. കുട്ടി പറഞ്ഞ വല്ല വാസ്തു കൊണ്ടോ നമുക്കൊന്ന് അറിയണമല്ലോ. കേറ. ശിവരഞ്ജനി പറയുന്നത് താനൊരു ക്രൂക്കാണെന്ന. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട്. ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയോട്. ആയുർവേദത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ താൻ എവിടുന്നാ പഠിച്ചേ? ഞങ്ങള് പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാ. കുറെ ഗ്രന്ഥങ്ങളുണ്ട് വീട്ടില്, അത് നോക്കി പഠിച്ചാ. കമ്പ്യൂട്ടർ ക്ലാസ് നടത്തിയിരുന്നോ? ഇല്ല, ഒരു ഇന്റർനെറ്റ് കഫേ. പലയിടത്തും ജോലിക്ക് ശ്രമിച്ചു, ഒന്നും ശരിയായില്ല. പല ബിസിനസ്സും ചെയ്തു നോക്കി, അതും ഗുണം പിടിച്ചില്ല. ഒടുവില വൈദ്യശാല തുടങ്ങിയത്. മരുന്നുണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? ഞാൻ കോൺഫിഡന്റ് ആണ് സർ. ഒരാഴ്ച അല്ലെ 2 ആഴ്ച ഞാൻ ഉണ്ടാക്കി തരാൻ മരുന്ന്. ചേരുവകളുടെ ഒരു ചാർട്ട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. എന്തെങ്കിലും കാരണവശാൽ വല്ല തരികടയും കാണിക്കാൻ ശ്രമിച്ചാൽ അറിയാമല്ലോ, പെശകാണെങ്കിൽ ഞാനും പെശക. എനിക്കറിയാം സർ, നല്ലോണം അറിയാം. ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളാ ഞാൻ. അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് ഒരു എത്തും പിടിയും കിട്ടാതായപ്പോഴാ വൈദ്യശാല തുടങ്ങിയത്. ഇതിപ്പോ നല്ലൊരു ജോലി എന്ന് എന്നെ സഹായിച്ച സാറാ. എനിക്ക് ജീവൻ തന്നതുപോലെ ഇപ്പൊ തോന്നുന്നത്. ഈ ജന്മം മുഴുവനും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുക. എന്നെ ഉപേക്ഷിക്കരുത്. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാ. എന്നെ കൈവിടരുത്.
തന്റെ ഈ തുറന്ന സമീപനവും ആത്മാർത്ഥതയും എനിക്കിഷ്ടപ്പെട്ടു. ഏത് പ്രതികൂല സാഹചര്യത്തിലും താൻ എന്റെ കൂടെ നിൽക്കുമോ? ജീവനുള്ള കാലത്തോളം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട്. എന്താ സർ? കമോൺ. എങ്ങനെയുണ്ട് റിസർച്ച്? ഇവിടെ വൈദ്യശാലയിൽ നമ്മൾ കൂട്ടിക്കലർത്തി കൊടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല പുതുതായിട്ടുള്ള ഉണ്ടാക്കൽസ് എന്ന് മനസ്സിലായി. ഓ, ഇത്രയും നാളുകൊണ്ട് അത്രയെങ്കിലും മനസ്സിലായല്ലോ, സമാധാനം. രാജശേഖരൻ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ചോദ്യം ചെയ്യാനോ? ഇതിനു മുമ്പ് ഏത് ജോലിയാ ചെയ്തിരുന്നത്, ഏത് ആയുർവേദ കോളേജിലാ പഠിച്ചത്, എക്സെട്ര എക്സെട്ര. എനിക്ക് തോന്നുന്ന ആ പെണ്ണ് എന്തെങ്കിലും കൊനസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന. ഏതായാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? 2 ആഴ്ചക്കുള്ളിൽ മരുന്ന് റെഡിയാക്കി തരാമെന്ന് ഞാനങ്ങ് പറഞ്ഞു. 2 ആഴ്ചക്കുള്ളിലോ? നടക്കോ? നടക്കില്ല എന്നുള്ളത് ഉറപ്പല്ലയോ? പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴേ ഞാൻ ഔട്ടാ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. കമ്പനിയുടെ കുറച്ച് ഷെയർ ബിനാമിയായിട്ട് എന്റെ പേരിൽ എടുക്കാൻ ഒരു നിർദ്ദേശം രാജശേഖരൻ തന്നെ പറഞ്ഞത്. അയാളടുത്തുള്ള എന്റെ പെർഫോമൻസ് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നു. 50 ലക്ഷത്തിന്റെ ആ ഷെയർ അയാളുടെ മകന് കൊടുക്കാനുള്ളതാന്നാ പറഞ്ഞത്. പക്ഷെ അത് നുണയാ. കമ്പനി കൈക്കലാക്കാനുള്ള അയാളുടെ തന്ത്രമാ. നീ എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. ഇപ്പൊ വേണം തീരുമാനിക്കാൻ. അവിടെ ഒരു പിടിവള്ളി കിട്ടാൻ ഇത് നല്ല അവസര. പക്ഷെ അയാളുടെ വിദേശത്തുള്ള മകൻ ഏത് ജാതി ചെകുത്താനാണാവോ? അത് വരുമ്പം കാണാം. അതുവരെ ഷെയർ എന്റെ കയ്യിലിരിക്കട്ടല്ലേ? ഇരിക്കട്ടെ. ഹലോ, ശിവരഞ്ജിനി ഹിയർ. ഇല്ല, പുറത്തു പോയിരിക്കുക. രാജമാമയില്ല, ഒരു ഏജൻസി കോൺഫറൻസ് ഉണ്ട്. ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഇറക്കിയ ഷെയറിന്റെ മുക്കാലും ചൂടപ്പം പോലെ വിറ്റുപോയല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. റിയലി? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അലോട്ട്മെന്റ് പേപ്പേഴ്സ് എല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫണ്ട്സ് വരുന്ന മുറയ്ക്ക് അയക്കട്ടെ. രാജമാമ വരുമ്പോ ഞാനും ചോദിക്കട്ടെ, എന്നിട്ട് മതി. ഇങ്ങനെ പോയാലും മൊത്തം ഇറക്കാൻ പോണ ഷെയറിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്ന എന്റെ തോന്നല്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഷെയർസ് അലോട്ട് ചെയ്താ പോരെ? മതി. വേറൊരു കാര്യം കൂടിയുണ്ട്. 50% ഓഫ് ദ ഷെയർ ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ്. 50 lakhs. 50 lakhs? മൈ ഗോഡ്, ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ? എന്താ പറഞ്ഞത്? നന്ദകുമാറോ? നന്ദകുമാർ ഫ്രം? ഒരു ബാങ്കിന്റെ കെയർ ഓഫിലാ, SBI സിറ്റി ബ്രാഞ്ച്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള ഗ്യാരണ്ടി പേപ്പറിൽ ഇന്ദിര ഒപ്പുവെച്ചോ? ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. രാജേട്ടൻ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോ അവര് ഒപ്പിട്ടു. കഷ്ടണ്ട്. അവരുടെ കമ്പനി പണയം വെച്ച് ആ പണം കൊണ്ട് സാറിന്റെ പേരിൽ ഷെയർ വാങ്ങാന്ന് പറഞ്ഞ അതൊരു പറ്റിക്കലല്ലേ? ഇവിടെ തനിക്കൊന്നും അറിയില്ല. ഇതൊരു പറ്റിക്കലല്ല, രക്ഷിക്കലാണ്. ഇന്ദിരയ്ക്കൊന്നും അറിയില്ല. ആരെങ്കിലും അവളെ ചീറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനാ ഇങ്ങനെ ഒരു പ്ലാൻ. എനിക്ക് അമ്മ സ്വത്ത് വരെ പുറത്തു പോകുന്നില്ലല്ലോ. ഇത്തിരി വിവരമുള്ളത് ശിവയ്ക്ക. ഗൗരി വന്നവരുടെ കല്യാണം കഴിയുമ്പോ ഷെയർ കൊണ്ട് മാറ്റി കൊടുത്താൽ മതിയല്ലോ. എന്താ പോരെ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതും നല്ലതാ. അങ്ങനെ എല്ലാം അറിഞ്ഞ തലവേദന ഒഴിയത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് രോഗങ്ങളുള്ള സ്ഥിതിക്ക്. രാജമാമേ, ഞാൻ പറഞ്ഞില്ലേ നന്ദകുമാർ കള്ളനാണെന്ന്? ഇപ്പൊ കണ്ടോ, കമ്പനി വിഴുങ്ങാൻ ശ്രമിക്കുക അയാള്. 50 ലക്ഷത്തിന്റെ ഷെയറാ വാങ്ങിയിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഷെയറോ? ആര് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. രാജമാമയൊക്കെ ഡീലേഴ്സ് മീറ്റിംഗിന് പോയപ്പോ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. നന്ദകുമാർ, അക്കൗണ്ട് നമ്പർ 13435, SBI സിറ്റി ബ്രാഞ്ചാ. ആ നന്ദകുമാറാണ് ഈ നന്ദകുമാറാണെന്ന് എങ്ങനെ അറിയും? മോളെ, കാരണയ്ക്ക് വകയില്ലാത്തവനാ നമ്മുടെ ഈ ചങ്ങാതി. പിന്നെ 50 ലക്ഷത്തിന്റെ ഷെയർ എടുക്കാൻ പോകുന്നത്. രാജമാമ, ഞാൻ പറയുന്നത് കേൾക്കൂ. മദ്രാസിലെ അഡ്രസ്സാ കൊടുത്തിരിക്കുന്നത്. ബാങ്കുകാർ തരുന്നില്ല അഡ്രസ്. എനിക്ക് ഉറപ്പാ ഇയാളാണെന്ന്. അല്ലെങ്കിൽ ഇയാളെ ബിനാമി വെച്ച് മറ്റാരെങ്കിലും. അത് ചിലപ്പോ ശരിയായിരിക്കും. ഏതായാലും നമുക്ക് സൂത്രത്തിൽ കണ്ടുപിടിക്കാം. നീ എടുത്തയാടി ഒന്നും ചെയ്യരുത്, പിന്നെ ആകെ ചളവാകും. ചേടാ, ഇവനാളൊരു ജഗജോലകില്ലോടിയാണല്ലോ. നയത്തിൽ നിൽക്കുക. ഇപ്പൊ നമ്മൾ അതാ ചെയ്യേണ്ടത്. അല്ലേടോ കമ്മത്തെ? അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓഹോ, എടോ കമ്മത്തെ, താനൊരു കാര്യം ചെയ്യും. നല്ല ബലാകുളിച്ചാതി എണ്ണ നമ്മുടെ സ്റ്റോളിൽ ഇരിപ്പുണ്ട്. അത് കുറച്ചെടുത്തിട്ട് തന്റെ തലയിൽ നല്ലവണ്ണം പൊത്തിയിട്ട് ആ പട്ടറ വളർത്തിപ്പ് മുങ്ങിക്കുളിക്കേ. വാ മോളെ. ഒട്ടങ്കമ്മത്ത്. നീ എന്തിനാ ഇങ്ങനെ വറീഡാവുന്നത്? ഒക്കെ രാജേട്ടൻ നോക്കിക്കോളും. 50 ലക്ഷത്തിന്റെ ഷെയർ ഏതോ ഒരാൾ എടുക്കാന്ന് വെച്ചാ അത് അയാള് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുമല്ല, 2 ആഴ്ചക്കകം മരുന്നുണ്ടാക്കി തരാന്ന് വാക്കും തന്നിട്ടുണ്ടത്രേ. അത് കഴിഞ്ഞ് അയാളെ പറഞ്ഞു വിടാന്നാണ് രാജേട്ടൻ പറഞ്ഞത്. അയാൾ അങ്ങനെ പോവില്ലമ്മേ. സംതിങ് ഈസ് റോങ് സംവേ. എന്തോ ഭയങ്കര ഉദ്ദേശമായിട്ട് അയാൾ കമ്പനി കയറി കൂടിയിരിക്കുന്നത്. അല്ല മോളെ, ദൈവം നിശ്ചയിച്ചതുപോലെയൊക്കെ നടക്കും. വിധിയെ തടുക്കാൻ നമ്മളാരാ? എന്തായാലും ഇതിങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല.
ഏയ് ഏയ് കേൾക്കുന്നില്ലേ? എയ്യുന്നൊരാൾ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ മാത്രമാ. എന്റെ പേര് എയ്യുന്നല്ല. ഐ വോണ്ട് ടു നോ സംതിങ് ഫ്രം യു. ഇമ്പോസിബിൾ. നൗ ഐ എം ബിസി. വാട്ട് യു മീൻ ഇംപോസിബിൾ? ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിളിന്റെ ഓപ്പോസിറ്റ്. എനിക്ക് ചിലത് അറിയണം. അതല്ലേ നേരത്തെ ഇംഗ്ലീഷിൽ ചോദിച്ചതും ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞതും. റിസർച്ചിന്റെ ഡീറ്റെയിൽസ്, രഹസ്യങ്ങൾ ആർക്കായാലും പറഞ്ഞു കൊടുക്കരുതെന്നാണ് നിയമം. അതിനി മാനേജിംഗ് ഡയറക്ടറുടെ മകൾക്കായാലും. റിസർച്ചിന്റെ കാര്യങ്ങളല്ല. ഓ, പിന്നെ ആ കമ്പ്യൂട്ടറിൽ വന്ന ഫോട്ടോയുടെ കാര്യം അതെന്റെ പേഴ്സണൽ കാര്യമാണ്. അത് ഡിസ്കസ് ചെയ്യാൻ മാത്രം നമ്മൾ അത്ര അടുത്തിട്ടില്ലല്ലോ. Forget about the photos. പക്ഷേ ആ ഫോട്ടോ എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ചെറുപ്പക്കാരനും മറക്കില്ല. മിസ്റ്റർ, ഞാൻ സീരിയസ് ആണ്. ഈ കമ്പനിയുടെ 50 ലക്ഷം രൂപയ്ക്കുള്ള ഷെയർ ഏതോ ഒരു നന്ദകുമാർ വാങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞ പോലെ എന്റെ പേര് നന്ദകുമാർ എന്നാണല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന്. മിസ് ശിവരഞ്ജനി ഇപ്പൊ പോണം. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇത് കേൾക്കാനല്ല ഞാൻ വന്നത്. കുട്ടിയുടെ കാതിന് രസം പകരുന്നത് മാത്രം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലല്ലോ. അല്ല, പക്ഷെ ഇത് ഈ കമ്പനിയുടെ കാര്യമാണ്. എനിക്കറിയാൻ അവകാശമുണ്ട്. നിങ്ങളാണോ ആ നന്ദകുമാർ എന്ന് എനിക്കറിയണം. അല്ലെങ്കിലോ? അല്ലെങ്കിലും അറിയണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിഗംഭീരമായ ഇന്റർനെറ്റ് കഫേയുടെ ഗതി ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അതെ, കണ്ടതാണ്. വിഴാലരിക്കാമ്പ് 3 കഴഞ്ച്, ഗോരോചനം 4 പണവട, ജാതിക്ക, ജാതി പത്രി, ജീരകം, ത്രികട് എന്നിവ 3 കഴഞ്ച്. കളിയാക്കാണല്ലേ? കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ആടലോടകന്മാർ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഒരു സാധനം വെച്ചാ കാണൂല. ആടലോടകം. ഇത്തവണ റെഡ് ഞാൻ വീഴ്ത്തും. അമ്മ അങ്ങനെ അങ്ങ് ജയിക്കണ്ട. സി, ഞാൻ പറഞ്ഞില്ലേ. കൊറേ നേരം ഇത് അവിടെ അടിച്ചോണ്ടിരിക്കണു. ഹലോ, അതെ, ആരാ? സ്റ്റേഷനിന്നോ? എന്താ കാര്യം? എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഇന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആ ശരി, ചോദിക്കട്ടെ. വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഭസ്മം ഉണ്ടാക്കാൻ വെച്ചിരുന്ന സ്വർണം കളവ് പോയോ ലോക്കറിന്ന്? ഇപ്പോഴാ ഞാൻ അറിയുന്നത്. ആ ഇൻസ്പെക്ടർ വിളിച്ചപ്പോ. എന്താ എന്നോട് പറഞ്ഞില്ല? രാജേട്ടൻ അറിഞ്ഞോ? ഇല്ല. നീയാണോ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്? പിന്നെ എന്തെങ്കിലും കാണാണ്ടായാലും ആദ്യം പോലീസിലല്ലേ അറിയിക്കേണ്ടത്? എന്നെ ഈ രാജേട്ടനെ അറിയിക്കുന്നതിന് മുമ്പോ? അത് അമ്മയും രാജമാമയും ഉണ്ടായിരുന്നില്ല അവിടെ. എന്ന് വെച്ച് നീ സ്വയം തീരുമാനം എടുക്കുക? എപ്പോഴാ നീ അറിഞ്ഞത് കളവ് പോയ കാര്യം? വാസ്തവത്തില് കളവ് പോയിട്ടൊന്നുമില്ല. അയാളെ ഒന്ന് പേടിപ്പിച്ച് വിടാൻ വേണ്ടി ഷെയറിന്റെ കാര്യം അയാൾ ഒന്നും തുറന്നു പറയുന്നില്ലെന്നേ. അതിന് കള്ളക്കേസ് ഉണ്ടാക്കുക ചെയ്യാ? സത്യം അറിയുമ്പോ നിന്റെ സ്ഥിതി എന്താവും ആലോചിച്ചോ നീ? ഇതെന്താ കുട്ടിക്കളിയാന്ന വിചാരം? ഞാൻ അറിഞ്ഞില്ല. ഇന്ദിരാമ വിളിച്ച് പറഞ്ഞപ്പോഴാ അവരാകെ അപ്സെറ്റാ. അവരെന്തിനാ അപ്സെറ്റ് ആവുന്നത്? ഇതൊക്കെ അവരൊരു തമാശല്ലേ? കാശുള്ളവർക്ക് തല്ലിക്കളിക്കാനാണ് ഞങ്ങളെ പോലുള്ള ഒരു ശരീരം. അങ്ങനെ പറയരുത്. ആ കുട്ടിയുടെ ചെറുപ്പത്തിന്റെ ഒരു അവിവേകം. അവിവേകോ? അവൻ ഇവിടെ കിടന്ന് ചത്ത ആര് സമാധാനം പറയും? വിവേകം. ഇനി ഇയാള് കേട്ടില്ല അങ്ങോട്ട്. സാവിത്രി അമ്മ, ഈശ്വര, ആരെയാ, ആരുടെ മകനെ അവർ ഉപദ്രവിച്ചിരിക്കണേ? അപ്പൊ മറന്നിട്ടില്ല അല്ലേ? ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസിലെ ജോലി എന്ന് പറഞ്ഞപ്പോ പോണ്ടെന്ന് പറഞ്ഞ നന്ദുന്റെ അമ്മ. സത്യം പറയാനുള്ള വാശി കൊണ്ട് അവനവിടെ ചേർന്നത്. ഇപ്പൊ അതിനുള്ള ശിക്ഷയും കിട്ടി. വാസുദേവ പണിക്കരുടെ മകനാ നന്ദു എന്നറിയാതെ അവര് ചെയ്തത്. ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. ഉറപ്പാ, അവർക്കറിയില്ല. അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇനി കമ്മത്തായിട്ട് ഒറ്റ കൊടുക്കരുത് എന്റെ മോനെ. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് പോലും അവരറിയരുത്. ഇൻസ്പെക്ടറെ കണ്ട് ഞാൻ കേസ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നീ എന്ത് അബദ്ധമായി കാണിച്ചത്? അവനെ നയത്തി കബനി നിർത്താനല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. ഇത്രയൊക്കെ അവര് ഉപദ്രവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എത്രത്തോളം ഉപദ്രവിക്കുന്നു വിചാരിച്ചു? ഏതോ ഒരു നന്ദകുമാർ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു എന്ന് വിചാരിച്ച് അത് ഇയാള് തന്നെ ആണെന്ന് പോലും തീർച്ചയില്ലാതെ. എന്താ നിനക്ക് പറ്റിയത്? അമ്മ, ഞാൻ ഇനി എന്താ ചെയ്യാ? മാപ്പ് പറ അവിടെ ചെന്നിട്ട്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്താൽ മാപ്പ് പറയാൻ പഠിക്കണം. പറയാനുള്ള സമയമായിട്ടില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാനന്ന് ശിവയോട് പറയാതിരുന്നത്. അതിന് ഇത്രയും വലിയ ശിക്ഷ തരുമെന്ന് കരുതിയതുമില്ല. കമ്പനിയുടെ 50 ലക്ഷത്തിന്റെ ഷെയർ എന്റെ പേര് തന്നെയുള്ള മദ്രാസിലെ എന്റെ ഫ്രണ്ടിന്റെ അഡ്രസ്സിൽ. എന്റെ പണം കൊണ്ട് വാങ്ങിയതല്ല. അത്രയ്ക്കുള്ള പണമൊന്നും എന്റെ കയ്യിലില്ല. വേറൊരാൾ അയാൾക്ക് വേണ്ടി എന്റെ പേരിലെടുത്ത. അതാരാണെന്ന് പറയാനായിന്ന് വെച്ചാല് അന്ന് തന്നെ തുറന്നു പറയായിരുന്നു എനിക്ക്.
ഒരു കാര്യം ഉറപ്പു തരാം, അതുകൊണ്ട് ഇന്ദിരാമ്മയ്ക്കും ശിവയ്ക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. പൊയ്ക്കോളൂ, സമാധാനമായിട്ട് പൊയ്ക്കോളൂ. എന്താ കുട്ടിയെ 3-4 ദിവസമായിട്ട് നനഞ്ഞ പൂച്ചയെ പോലെ? ഒന്നുമില്ല ദേവിയമ്മേ. അത് മാത്രം പറയണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടേ. ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കണ കണ്ട അതിന് ഒരർത്ഥേ ഉള്ളൂ. ആരാ മനസ്സിൽ കയറി കൂടിയിരിക്കണേ? ഏയ് ആരുമില്ല. എന്ന് ദേവമ്മയോട് പറയണ്ട. ആരാന്ന് വെച്ചാ അതും ഇപ്പൊ പറയണമെന്നില്ല. പക്ഷെ ഒരു ചെറിയ മുള്ളു മനസ്സിൽ വീണിട്ടുണ്ടെന്ന് ഉറപ്പാ. ആ മുഖം കണ്ടാൽ അറിയാം. ഒക്കെ ദേവിയമ്മയ്ക്ക് തോന്നുന്നതാ. ആയിക്കോട്ടെ, തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. പിന്നൊരു കാര്യം, ഈ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെച്ചോണ്ടിരുന്ന ഒരു പ്രയോജനമില്ല. തുറന്നും കൂടെ പറഞ്ഞേക്കണം. ശിവക്കുട്ടിക്ക് വയ്യാച്ച പറഞ്ഞോളൂ. ദൂത് പോകാൻ ദേവിയമ്മ റെഡി. ദേവിയമ്മേ, ഏ കുട്ടിക്കാലത്ത് ദേവിയമ്മ എന്റെ കൈനോക്കി ലക്ഷണം പറയാറില്ലേ? അതുപോലെ ഇപ്പൊ ഒന്ന് നോക്കൂ, ഒരു കാര്യം അറിയാനാ. അതൊക്കെ ഞാൻ എന്നേ മറന്നു കുട്ടി. ഇപ്പൊ കയ്യിൽ വല്ല അഴുക്കും പറ്റിയിട്ടുണ്ടോ നോക്കാനറിയാം, അത്ര തന്നെ.